ഇതുണ്ടല്ലോ നല്ല ചൂടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരിക്കും. ഇതിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ബൂസ്റ്റ് 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 ബൂസ്റ്റ്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നുണ്ടല്ലോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ്. പുട്ടെന്ന് പറയുമ്പോൾ ഒരു നോർമൽ പുട്ടല്ല. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, എൻ്റെ പാക്കറ്റ് എടുക്കട്ടെ. കിട്ടിപ്പോയി. അപ്പം ഇത് കഴിയാറായിട്ടാ. ഇന്നത്തോടുകൂടി അല്ല, ഇത് ഫുള്ള് ഇടായിരുന്നു. ഞാനതങ്ങനെ ഓർത്തില്ല. റബ്ബർ ബാൻഡ് പൊട്ടി ശരിയായില്ല. മൾട്ടിഗ്രെയിൻ്റെ പുട്ടാണ്. ഞാൻ ഒരു ദിവസം അഷ്ടമിച്ചിട്ട് ഹോം എക്സ്പ്രസ്സിൽ ഇപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ മേടിച്ചതാണ്. ഗ്രീൻ കളർ കണ്ടപ്പോൾ ഗ്രീനൊക്കെ വരും. പിന്നെ അവിടുത്തെ ചേച്ചി പറഞ്ഞു പുട്ട് ഗ്രീൻ കളർ ആവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മേടിച്ചതാണ്. പക്ഷേ ഗ്രീൻ കളർ ആയില്ലായിരുന്നു ആദ്യത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ എന്തായാലും ഇത് പൊട്ടിച്ചതല്ലേ, നമുക്കിത് വേഗം തീർക്കണം. നമ്മളധികം നാളിത് കൊണ്ടു നടക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പുട്ട് നനച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. അടർത്തിയിട്ടില്ല. This is not a പുട്ട്. ഇത് പുട്ട് പൊടിയാണ്. ഓ, പുട്ട് പൊടി. ഇത് വെന്തതിന് ശേഷം കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് പുട്ട്. സോറി, ഔട്ട്പുട്ടാണ് പുട്ട് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ പുട്ട് പൊടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റാണ് ഒരു സമയം പറഞ്ഞേക്കണേ. ചേട്ടൻ വേണ്ടേ പുട്ട്? പുട്ട് തിന്നാനുള്ള സമയമില്ല. പുട്ടിന്റെ അല്ല, പൊടിയുടെ ഔട്ട്പുട്ട് തിന്നാനുള്ള സമയമില്ല. അങ്ങനെ അപ്പൊ നമ്മുടെ പുട്ടുപൊടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് പൊടിക്ക് 3/4 കപ്പ് വെള്ളം, ആ രീതിയിലായിരുന്നു എഴുതിയായിരുന്നത്. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി റെഡി. തേങ്ങ പിന്നെ ഓൾറെഡി നമ്മൾ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അതൊന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പൊ നമ്മുടെ പഴക്കൊല, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പഴക്കൊലയാണ്. നമ്മുടെ വീട്ടിൽ മീൻസ് വീട്ടിലുണ്ടായതാണ്, ഡാഡി തന്നതാണ് കേട്ടോ. നമ്മുടെ അടുത്ത് കായ്ക്കൊല ഏകദേശം തീർന്നില്ലേ? നമ്മുടെ കായ്ക്കൊലന്റെ ഫോൺ ഇവിടെ ആകെ മാറാല് പൊടിയാണ്. എന്ത് ഞങ്ങൾ ഇവിടെ വാഴ നട്ടിട്ടുണ്ടായിരുന്നു ഈ പറമ്പില്. അപ്പൊ അതിലത്തെ കൊലച്ച് നിക്കണ്ട. പക്ഷെ അത് മൂത്താ, അത് പറക്കല്ല വെട്ടാറായ അറിയില്ല. അപ്പൊ എന്തായാലും ഞാനിന്ന് ചെറുപഴം മേടിക്കാൻ സണ്ണി ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കട തുറന്നിട്ടുണ്ടായില്ല രാവിലെ തന്നെ, വെളുപ്പിന് പള്ളി പോയി വന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു നമ്മുടെ ഇവിടുത്തെ പഴത്തിന് നമ്മൾ നോർമൽ കടയിൽ നിന്ന് മേടിച്ച് എനിക്ക് തോന്നുന്നു അവർ പഴുപ്പിക്കണോണ്ടൊക്കെ ആയിരിക്കാം. ഇത് നാച്ചുറലായിട്ട് പഴുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റും വേറൊരു മധുരമാണ്, വേറെ എന്തൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അങ്ങനെ പഴുപ്പിച്ചിട്ടുള്ള പഴവും നമ്മുടെ അധികം ചിലപ്പോൾ വളങ്ങളുടെ ആയിരിക്കാം, അറിയില്ല. എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല. എന്തായാലും ഇങ്ങനത്തെ പഴത്തിന് പ്രത്യേക ഒരു മധുരം ഉണ്ട് കേട്ടോ, വേറൊരു മധുരം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇവർക്ക് ഇങ്ങനെ നെയ്യിലൊക്കെ പൊരിച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം അവർക്ക്. അപ്പോൾ അത് വെറുതെ തിന്നാനാണെങ്കിലും വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ചെറുപഴം കിട്ടിയില്ല. ചെറുപഴം കിട്ടിയില്ലെങ്കിൽ എന്താ, നമ്മുടെ പഴം തന്നെ എടുക്കാം എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്, നല്ല മധുരമുണ്ട്. പിന്നെ പുട്ടും പഴവും, നേന്ത്രപ്പഴം അത്ര വലിയ കോമ്പിനേഷൻ അല്ല, എന്നാലും നമ്മുടെ സ്വന്തം അവിടുത്തെ പഴം, വീട്ടിലത്തെ പഴം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാനസികമായി ഇതിനൊരു സ്നേഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, സ്നേഹമുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് വേഗം പുട്ടുണ്ടാക്കട്ടെ. എന്താ, അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല, അമ്മയുടെ അടുത്തേക്ക് പോകാൻ പോകുന്നുള്ളൂ. അപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇനി അമ്മയ്ക്ക് ബ്രഷ് ചെയ്യുന്ന വെള്ളം കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വൈറ്റ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ യൂട്യൂബിൽ നമുക്ക് വോയിസ് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്കാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് തിരിച്ച് പറയാം. അപ്പോൾ അതുകൊണ്ട് കമൻറ്റൊക്കെ ഇട്ടോളൂ. ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വോയിസ് റിപ്ലൈക്ക് ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി ഫുൾ ക്ലീൻ ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഞാൻ ക്ലീൻ ചെയ്തതാണ് കേട്ടോ അതൊക്കെ. പക്ഷെ ഇത് വലിച്ച് വാരി ഇങ്ങനെ പറക്കിയെടുത്ത് വെച്ചിട്ടില്ല, ഒതുക്കാനുള്ള ഇതേ ഉള്ളൂ. പിന്നെ അകത്തൊക്കെ ഒരു വലിച്ചു വാരി ഇട്ടേക്കാണ്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി ആരംഭിച്ചു. ആദ്യം അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളം കൊടുക്കാൻ പോകണട്ടാ. അമ്മയ്ക്ക് ചെറുചൂട് വെള്ളത്തിലാണ് ബ്രഷ് ചെയ്യുക. അപ്പോൾ അത് വയ്ക്കുകയാണ്. എനിക്ക് ഈ 2 വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞാലും അത് നടക്കാറില്ല.
പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ചിന്തിക്കണ്ട്. ഒരെണ്ണേ പോണില്ല, പിന്നെ രണ്ടെന്ന് പറയും സന്നിധാനം എന്നോട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ശ്രമങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ നടത്തുകൂട്ടാ. അപ്പൊ സപ്പോർട്ട് ചെയ്തോളൂ. പഴത്തിന്റെ കാര്യം ഞാൻ വീണ്ടും പറഞ്ഞോളൂ. ഇതേ സന്നചേട്ടൻ വീട്ടിലേക്ക് പോയിണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ അവിടെ കോഴിയുടെ അടുത്തേക്കൊക്കെ. അപ്പോൾ ദേ അവിടെ തിരിച്ചു വരുന്ന വഴി പഴം മേടിച്ചിട്ട് വന്നു. പൂവനാന്ന് തോന്നുന്നു, ഞാലിപ്പൂവനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും പാളയംകുടം പഴമല്ല. അപ്പോൾ ഇന്ന് അങ്ങനെ നമുക്ക് ചെറുപഴം കൂട്ടി നമുക്കെന്നാ കഴിക്കാം. ഞാൻ ഓൾറെഡി അമ്മയ്ക്ക് നേന്ത്രപ്പഴം കൂട്ടി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾക്കുള്ള പുട്ട് ഉണ്ടാക്കട്ടെ. അപ്പം അമ്മ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പുട്ട് റെഡി. അപ്പോൾ ചായക്ക് പകരം ബൂസ്റ്റ് ഇട്ടിട്ടുള്ള പാലാണ് കേട്ടോ. ദിവസങ്ങളായിട്ട് ഈ ബൂസ്റ്റ് കഴിക്കൽ ഇച്ചിരി കൂടുതലാണ്. ഞങ്ങൾ ചെറിയ സാഷേ പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ മേടിച്ചതാണ്. കുറേ പണ്ട് കഴിച്ചതാണ്. അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മൾ ബൂസ്റ്റ് ഒന്നും കഴിക്കാറൊന്നുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കുടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്, പഴയ ഓർമ്മയൊക്കെ വന്നു. ബൂസ്റ്റ് 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 ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ബൂസ്റ്റ് തിന്ന് ബൂസ്റ്റ് കുടിച്ച് ബൂസ്റ്റ് പോലെയാവും. ഇന്നും കൂടെ ഉള്ളൂ. ഡയറ്റ് ചെയ്ത് തുടങ്ങി വീണ്ടും അവസാനിപ്പിച്ച് വീണ്ടും തുടങ്ങാൻ പോണേ. പക്ഷെ ബൂസ്റ്റ് എഴുതേണ്ടതായിരുന്നു. നല്ല രസമുണ്ടല്ലേ ചൂടോടി കുടിക്കുമ്പോ, അടിപൊളി. പണ്ടത്തെ ഓർമ്മ അയവർക്കി. കഴിഞ്ഞ ദിവസം OMKV പുട്ടിന്റെ കൂടെ ബൂസ്റ്റ് പൊടി കഴിക്കാൻ അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് പരീക്ഷിച്ചു നോക്കായിരുന്നു അല്ലേ? പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനത്തെ കോമ്പിനേഷൻ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. Till my heart gives in, I will do everything I can for you. Deep and abiding, liking for you is all I need. Until my heart gives in, I will do everything I can for you. Wish that I could stay in this moment forever, so I can hold you in my arms. I will carry you on my shoulders as long as I'm able. Scare the monsters under your bed. Deep and abiding, liking for you is all I need. Until my
helicopter. Police car. Police car. Boat. Ambulance. Truck. Bus. Bicycle. Motorcycle. Fire engine വെക്കാം. Fire engine. Helicopter. ഞാനേ കുറച്ച് ദിവസം മുമ്പ് ചാള മേടിച്ചിട്ട്, കുറച്ച് ദിവസം 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ, ചാള മേടിച്ച് ക്ലീൻ ചെയ്തതേ വറുത്തു. അച്ചാറിടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ എനിക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വറുത്ത് വെച്ചു. അപ്പോൾ അച്ചാറിടാന്ന് വിചാരിച്ച് ഞാനപ്പോൾ അന്ന് തന്നെ ചെയ്യാൻ പറ്റിയില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. അപ്പം അങ്ങനെ അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മീൻ വറുത്ത് അല്ലെങ്കിൽ വെച്ചിട്ട് അച്ചാറിടാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യണേ. അപ്പം തന്നെ ചെയ്യാറുള്ള കാര്യമാണ്. അപ്പം ഞാൻ മീൻ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്രയും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നല്ലെണ്ണയിലാണ് വറുത്തേക്കണേ കേട്ടോ. അപ്പം അങ്ങനെ അതേ ഫുൾ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ അച്ചാറിടാം. 1 കിലോ മീനായിരുന്നു. എനിക്ക് അന്ന് ചെറിയ ചാള നോക്കിയിട്ട് അങ്ങനെ കിട്ടിയില്ല. വലിയ ചാള കിട്ടിയത്. അത്ര വലിയ ചാളയല്ല, എന്നാലും ഭയങ്കര ചെറുതുമല്ല. ചെറിയ ചാളയാവുമ്പോൾ നമുക്ക് മുള്ളൊന്നും അധികം ഇതുണ്ടാവില്ലല്ലോ. എന്നാലും ഇതിൻ്റെ മുള്ളങ്ങനെ അത്ര പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല വറുത്തപ്പോഴാണെങ്കിലും. പിന്നെ നമ്മൾ വറുത്ത് കഴിയുമ്പോൾ അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കത് കടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അങ്ങനെ. അപ്പോൾ ഇനി ചാള അച്ചാറിടാം. അപ്പോൾ ഇനി അതിലേക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടില്ല. അതെ, വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം അത് മീനച്ചാറ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചാണ് എടുത്തേക്കണേ. ക്ലീൻ ചെയ്ത് നല്ലോണം ചതച്ചെടുത്തു. പിന്നെ അതിനുള്ള ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് നാടൻ മുളകും കൂടിയും ചേർക്കണം. But no matter what comes your way, I will stay right here beside you to catch you if you fall deep and above. അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വിനാഗിരി, കുറച്ചുപ്പ്. അപ്പം ഇനി നമ്മുടെ ചാളേനിടാണ് കേട്ടോ. ഇതുണ്ടല്ലോ നല്ല ചൂടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരിക്കും. ചേട്ടാ ചാളച്ചാറ് ടേസ്റ്റ് ചെയ്യാൻ വേണുണ്ടോ? ചോറിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി മിക്സ് ചെയ്ത്. ക്രീസ് തന്നെ ഉണ്ടോ? ലഡു കഴിച്ച് നിനക്കൊന്നും വേണ്ടേ? അപ്പം നമ്മുടെ അച്ചാർ ഞാനിട്ട് തരാം. ആണോ? നമ്മുടെ അച്ചാർ ടേസ്റ്റ് ചെയ്യുന്നതിനായി അവിടൊക്കെ പിടിച്ച പൊള്ളും. കുറച്ച് അച്ചാർ ഇട്ടാൽ മതി. ഇത് ചക്കക്കൂട്ടാനല്ല, മീനച്ചാറാണ്. അത്രയും എടുക്കല്ലേ, തീർന്നു പോവും. തൊട്ട് നക്കാനുള്ളതല്ലേ. കണ്ട് ആ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി എന്റെ ഇഷ്ടം. ഞാൻ ഇങ്ങനെ കഴിച്ചു. നല്ലതാണെന്നാണോ? സൂപ്പറാ. കുറച്ച് കുഞ്ഞിച്ചാളയായിരുന്നു വേണ്ട. നമുക്ക് കിട്ടിയത് വലിയച്ചാളയായി പോയി. പ്രശ്നമില്ല. പക്ഷെ കുഞ്ഞിച്ചാളാണെങ്കിൽ ഇച്ചിരി കൂടി നമുക്ക് ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും. എനിക്ക് തരും. എനിക്കിതാ കാണാൻ പറ്റുന്നുണ്ടോ? ഈ സൈഡിക്കോ. സൂപ്പർ. പക്ഷെ ഇത്രയൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. തീർന്നുല്ലേ? അതാ
അമ്മ കുഞ്ഞാവയാണോ വാരിത്തരാൻ? അന്ന് പോയി കുഞ്ഞാവേന്റെ വല്ല സീന് കിടക്കും. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ഞങ്ങൾ തീർക്കട്ടെ. ഇച്ചിരി ചോറുള്ളൂ. ബൈ ബൈ. ഇച്ചിരി ചോറ് കേട്ടോ. ഇത് ഇച്ചിരി തീർക്കാൻ ഞാൻ എടുത്തോണ്ട്